അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ പൊതുപരീക്ഷയ്ക്ക് വന്ന മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറാണ്. ആദ്യത്തെ ഭാഗം നോക്കാം. യോജിപ്പിക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം പരമാവധി താഴ്മ ചെയ്യലാണ്. അപ്പം അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിലുണ്ട്, അതെടുത്തെഴുതുക. ആദ്യം നമുക്കൊന്ന് ബ്രാക്കറ്റ് വായിച്ച് നോക്കാം. ഒന്നാമത്തേത് ഖുർആൻ, 2 ഇബാദത്ത്, മൂന്നാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹു, നാലാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാം, 5ആമത്തേത് ഇജ്മാഅ്, 6ആമത്തേത് ഖിയാസ്. അപ്പോൾ ഓപ്ഷനിൽ 5 ഓപ്ഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ 5 ഉള്ളൂ. അപ്പം ഓരോന്നും ശ്രദ്ധിച്ച് എഴുതുക. പരമാവധി താഴ്മ ചെയ്യലാണ്, അതിനാണ് എന്ത് പറയുക, ഇബാദത്ത്. അപ്പോൾ അവിടെ ഇബാദത്ത് എന്ന് എഴുതുക. രണ്ടാമത്തത് അഗ്നി ജ്വാലകളിലൂടെ പുറത്തേക്ക് നടന്നു വന്ന പ്രവാചകൻ, അതാരായിരുന്നു? ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് എഴുതുക. മൂന്നാമത്തത് നബിയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അതെല്ലാവർക്കും അറിയാം. ഏതാണ്? ബ്രാക്കറ്റിലുള്ളതിൽ ഖുർആൻ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഖുർആൻ എന്ന് എഴുതുക. നാലാമത്തത് നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ച ഖലീഫ ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു നൈൽ നദിക്ക് കത്ത് കൊടുത്തയച്ചത്. 5ആമത്തത് പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാഅ്. അപ്പോൾ അവിടെ ഇജ്മാഅ് എന്ന് എഴുതി ചേർക്കുക. ഇനി താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായ ഓപ്ഷന് മാത്രം എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. അപ്പം ശരി അടയാളപ്പെടുത്താം. ചോദ്യം 1, വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ്. എന്താണ്? വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാം അതാരാണ്? അബൂ ഹനീഫയാണോ? ഷാഫിഈ റഹിമഹുല്ലാഹ് ആണോ? അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ലാഹ് ആണോ? അബൂ ഹനീഫ റഹിമഹുല്ലാഹ്. ഇതിലേതാണ് ശരി? ഏറ്റവും അവസാനത്തെ മൂന്നാമത്തേത് അബുൽ ഹസനിൽ അശ്അരി റഹിമഹുല്ലാഹ് എന്നതാണ് ഒന്നാമത്തേതിനോട് യോജിച്ച ഉത്തരം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത് യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു. യേശുവിനോട് സഹായാർത്ഥന നടത്തുന്നു. അത് യഹൂദികളാണോ, ക്രൈസ്തവരാണോ, അമുസ്ലിങ്ങളാണോ? ആരാണ്? ക്രൈസ്തവരാണ്. അപ്പോൾ അവിടെ ക്രൈസ്തവർ എന്നുള്ളതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. അതാരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ? ഖാലിദ് റളിയല്ലാഹു അൻഹു ആണോ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണോ? ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നതിനോട് അതിൻ്റെ നേരെ എന്താക്കുക? ശരി അടയാളപ്പെടുത്തുക. ഇനി നാലാമത്തത് മൂസാ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരി അലി റളിയല്ലാഹു അൻഹു ആണോ? സുലൈമാൻ നബി ആണോ? ഫിർഔൻ ആണോ? അതാരാണ്? ഫിർഔൻ ആണ് അല്ലേ? ആ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളെയൊക്കെ വധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജാവായിരുന്നു ഫിർഔൻ. ആ ഫിർഔനിൻ്റെ കയ്യിൽ തന്നെ ആൺകുട്ടിയെ അല്ലാഹു തആല എന്ത് ചെയ്തു? വളർത്തി അല്ലേ? അപ്പോൾ മൂസാ നബിയെ പോറ്റി വളർത്തിയ ഭരണാധികാരിയാണ് ഫിർഔൻ. അപ്പോൾ ഫിർഔൻ എന്നതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി അഞ്ചാമത്തത് 23 വർഷം കൊണ്ടാണ് അവതരിക്കപ്പെട്ടത്. സബൂറാണോ, ഖുർആനാണോ, ഇഞ്ചീലാണോ? ഖുർആനാണ്. അപ്പോൾ ആ ഖുർആൻ എന്നതിനോട് അതിൻ്റെ നേരെ എന്ത് ചെയ്യുക? ശരി അടയാളപ്പെടുത്തുക. ഇനി അടുത്ത ചോദ്യം, അടുത്ത ഭാഗം യോജിച്ച സ്ഥാനത്ത് എഴുതാം. അപ്പോൾ താഴെ ആ ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് ഓരോന്നിൻ്റെയും നേരെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കുറേ നബിമാരെ പേരാണ്. ആ നബിമാരെ പേരൊന്നും എന്തല്ല പൂർണ്ണമായിട്ട് നൽകിയിട്ടില്ല. അപ്പം ഓരോന്നും പൂർണ്ണമായിട്ടുള്ളത് എവിടെയുണ്ട്? ആ ബ്രാക്കറ്റിലുണ്ട്. അപ്പോൾ അത് എടുത്തെഴുതാനാണ്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ച സ്ഥാനത്ത് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് നോക്കാം. ഉസ്മാൻ ബിനു എന്താണ് വരിക? അഫ്ഫാൻ എന്നാണ്. അപ്പോൾ ഉസ്മാൻ ബിനു അഫ്ഫാൻ. രണ്ടാമത്തതോ അലിയു ബിനു
അബി ത്വാലിബ്. അപ്പോൾ അതൊക്കെ ബ്രാക്കറ്റിലുണ്ട്. ഓരോന്നും ശരിയായത് മാത്രം ഓരോന്നിൻ്റെയും നേരെ എഴുതുക. മൂന്നാമത്തത് സഅദ് ബിനു അബി വഖാസ്. നാലാമത്തത് ത്വൽഹത്ത് ബിനു ഉബൈദില്ലാ. അഞ്ചാമത്തത് സഈദ് ബിനു സെയ്ദ്. ആറാമത്തത് സുബൈർ ബിനുൽ അവ്വാം. ഏഴാമത്തത് അബൂബക്കർ ബിനു അബി ഖുഹാഫ. എട്ടാമത്തത് അബ്ദുറഹ്മാൻ ബിനു ഔഫ്. ഇനി നാലാമത്തെ ഭാഗം നോക്കാം, പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ എന്താക്കണം, പൂർത്തിയാക്കി എഴുതണം. എങ്ങനെ എഴുതും? പൂർത്തിയാക്കി എഴുതുമ്പോൾ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹ വ അജ്റു മൻ അമില ബിഹ. അപ്പോൾ അവിടെ പൂർത്തിയാക്കി എഴുതാനുള്ളത് ഏതൊക്കെയാണ്? സുന്നത്തൻ എന്നുള്ളതും അജ്റുഹ എന്നുള്ളതും അമില എന്നുള്ളതുമാണ്. ഇനി രണ്ടാമത്തത് ഖുൽ ലാ യഗ്ലമു മൻ ഫിസ് സമാവാതി വൽ അർളി ഐബ ഇല്ലല്ലാഹ്. അപ്പോൾ യഅലമു എന്നുള്ളതും സമാവാതി എന്നുള്ളതും അൽ ഐബ എന്നുള്ളതുമാണ് അവിടെ എഴുതി ചേർക്കാനുള്ളത്. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം, ഒറ്റ വാക്കിൽ എഴുതാം. ഒറ്റ വാക്കിൽ എന്താക്കണം? ഉത്തരം എഴുതണം. ഒന്നാമത്തെ ചോദ്യം, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ എന്നു പ്രാർത്ഥിച്ച പ്രവാചകൻ ആരാണ്? യൂസുഫ് അലൈഹിസ്സലാം. അപ്പോൾ അവിടെ യൂസുഫ് അലൈഹിസ്സലാമാണ് ഉത്തരം. രണ്ടാമത്തത്, പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏതാണ്? ദുനിയാവ്. ദുനിയാവാണ് പരലോകത്തേക്കുള്ള കൃഷിയിടം. ഇനി മൂന്നാമത്തത്, മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ് പിശാജ്. അപ്പോൾ അവിടെ പിശാജ് എന്ന് എഴുതുക. ആറാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്താക്കണം? വ്യക്തമാക്കിയിട്ട് എഴുതണം. ഒന്നാമത്തേത് ബിദ്അത്തു ളലാല. അപ്പോൾ ബിദ്അത്തു ളലാല എന്തൊക്കെയാണ്? ആ ബിദ്അത്തു ളലാല എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് വ്യക്തമാക്കി എഴുതേണ്ടത്. ഉത്തരം എന്താണ്? ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ. അതിനാണ് എന്ത് പറയുക? ബിദ്അത്തു ളലാല എന്ന് പറയുക. ഖുർആനും ഹദീസും ഇജ്മാഉം പിന്നെ സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോടൊക്കെ എതിരായവയാണ് എന്ത്? ബിദ്അത്തു ളലാല. രണ്ടാമത്തത്, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഐബിയായ കാര്യം. ഉത്തരം, നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതായിരുന്നു ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ ഐബിയായ കാര്യം. മൂന്നാമത്തത്, അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്തരം എന്താണ്? മുഅ്മിനായ നിലയിൽ നബിയുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർ. അവർക്കാണ് എന്ത് പറയുക? അസ്ഹാബുൻ നബി എന്ന് പറയുക. നാലാമത്തത്, ഔലിയാക്കൾ അള്ളാഹുവിനെ സാധ്യമാകും വിധം. അപ്പോൾ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണെന്നാണ് നമ്മൾ എഴുതാനുള്ളത്. ഉത്തരം എന്താണ്? അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവർ. അവർക്കാണ് എന്ത് പറയുക? ഔലിയാക്കൾ എന്ന് പറയുക. ഒന്നുകൂടെ നോക്കാം, അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവർ. അവർക്കാണ് ഔലിയാക്കൾ എന്ന് പറയുക. ഇന്ന ശിർക ലദുൽമുൻ അളീം. അപ്പം അതിൻ്റെ ആശയം, അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇനി രണ്ടാമത്തേത് നോക്കാം, വ കുല്ലും ഫി ഫലകി യസ്ബഹൂൻ. അപ്പം അതിൻ്റെ ആശയം എന്താണ്? എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇനി എട്ടാമത്തേത്, ഉത്തരം എഴുതാം. 1, മുർത്തദ് മുസ്ലിമാവാൻ എന്തു ചെയ്യണം? ഉത്തരം, 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോട് കൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദായത്
അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. എങ്ങനെയാണ്? രണ്ട് ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ച് പറയുകയും വേണം. രണ്ടാമത്തത്, ഐബ് എന്നാൽ എന്ത്? ഉത്തരം, സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. അപ്പോൾ അതിനാണ് എന്ത് പറയാം? ഐബ് എന്ന് പറയുക. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. ഇനി മൂന്നാമത്തത്, അദ്ദുആഉ എന്നാൽ എന്ത്? ദ്വാ എന്നാൽ എന്ത്? ആരാധ്യനാണെന്ന് വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന, അതിനാണ് എന്ത് പറയാ? ദ്വാ എന്ന് പറയാ. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന. ദ്വാ വസിയത്തോടെ നിർത്തുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.